ഹലോ ഓൾ. എക്സ്ക്രീഷൻ എന്ന ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് റീനൽ ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആസിഡ് ബേസ് ബാലൻസ് കിഡ്നി ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്കറിയാം ആസിഡ് ബേസ് റെഗുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? പി എച്ചിലുള്ള ചേഞ്ചിൻ്റെ സെറ്റിങ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പി എച്ച് മാറുമ്പോൾ മെയിനായിട്ട് അതിന് കാരണമാവുന്നത് ബഫേഴ്സും ലങ്സും കിഡ്നിയാണ്. ബഫറുകൾ എങ്ങനെയാണ് ആസിഡ് ബേസ് റെഗുലേഷൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡിലുള്ള ബഫേഴ്സ് H+നെ ടൈഡപ്പ് ചെയ്യുന്നു, അവരെ എലിമിനേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആസിഡ് ബേസ് റെഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലങ്സ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തുകൊണ്ടാണ് ആസിഡ് ബേസ് റെഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. കിഡ്നി എന്ന് പറയുമ്പോൾ കിഡ്നി അല്ലെങ്കിൽ റീനൽ ആയിട്ടുള്ള ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയുന്നത് എസിഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? H+ അയോൺസിനെ സെക്രേഷൻ നടത്തുന്നു, H+ അയോൺസിനെ പുറത്തേക്ക് കളയുന്നു, HCO3- റീഅബ്സോർപ്ഷൻ നടത്തുന്നു, ബ്ലഡിലേക്ക് തിരിച്ച് HCO3- അല്ലെങ്കിൽ ബൈകാർബണേറ്റ് അയോൺസിനെ റീഅബ്സോർപ്ഷൻ നടത്തുന്നു, അതേപോലെ തന്നെ പുതിയ HCO3- പ്രൊഡക്ഷനും നടത്തുന്നു. ഈ 3 മെക്കാനിസം കാരണമാണ് മെയിനായിട്ട് കിഡ്നിയിലെ ആസിഡ് ബേസ് റെഗുലേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഫിൽട്രേഷൻ നടത്താനൊക്കെ ആയിട്ടുള്ള ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺസ് ആണ്. അപ്പോൾ നെഫ്രോണിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ നെഫ്രോൺസ് എന്ന് പറയുമ്പോൾ നെഫ്രോൺ ഒരു ഗ്ലോമറുലസ് കാണാൻ പറ്റും. ഗ്ലോമറുലസ് ബൊമൻസ് ക്യാപ്സ്യൂളിനുള്ളിലാണ്. ബൊമൻസ് ക്യാപ്സ്യൂളിൻ്റെ അവിടെ നിന്ന് കാണുന്ന ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷന് നമ്മൾ എന്ത് വിളിക്കും? പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കും. പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്ന് നെക്സ്റ്റ് വരുന്നത് ലൂപ്പ് ഓഫ് ഹെൻലെ. ലൂപ്പ് ഓഫ് ഹെൻലെയുടെ ഡിസെൻഡിങ് ലൂപ്പാണ് ഇത് കൊടുത്തിട്ടുള്ളത്. തിൻ ഡിസെൻഡിങ് ലൂപ്പ്, തിൻ എസെൻഡിങ് ലൂപ്പ്, തിക്ക് എസെൻഡിങ് ലൂപ്പ്. നെക്സ്റ്റ് അവിടെ നിന്ന് വരുന്നതാണ് എന്ത്? ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ്. നെക്സ്റ്റ് അവിടെ നിന്ന് കണക്റ്റിംഗ് ട്യൂബ്യൂൾസിലേക്ക് എത്തുന്നു, കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് അവസാനിക്കുന്നു. ഈ ഒരു സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. നെഫ്രോണിൻ്റെ ബേസിക് സ്ട്രക്ചർ ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓരോ നെഫ്രോണിൻ്റെ ഓരോ റീജിയണിലും ആസിഡ് ബേസ് ബാലൻസിന് കാരണമാവുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെയിനായിട്ട് നമ്മൾ പറഞ്ഞു H+ അയോൺസിനെ സെക്രേഷൻ നടക്കുന്നു, HCO3- റീഅബ്സോർപ്ഷൻ നടത്തുന്നു. പക്ഷേ ഓരോ ട്യൂബ്യൂൾസിലും, ഇപ്പോൾ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലും കളക്റ്റിംഗ് ഡക്റ്റിലുമൊക്കെ ഓരോന്നിലും ഇത് ചെയ്യുന്ന രീതിയിലാണ് ഡിഫറൻസ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് സെക്രേഷൻ ഓഫ് H+ അയോൺസ് ആൻഡ് റീഅബ്സോർപ്ഷൻ ഓഫ് HCO3- ബൈ റീനൽ ട്യൂബ്യൂൾസ്. അപ്പം അതിൽ ഓരോ ഭാഗത്തുനിന്നും എന്തൊക്കെ സംഭവിക്കുന്നു? HCO3- റീഅബ്സോർപ്ഷനും H+ൻ്റെ സെക്രേഷനും മെയിനായിട്ട് നടക്കുന്നത് ഒരു നെഫ്രോണിൻ്റെ ഒരു എല്ലാ പോർഷനിലും നടക്കുന്നുണ്ട്, എക്സെപ്റ്റ് ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലെ. ലൂപ്പ് ഓഫ് ഹെൻലെയുടെ ഡിസെൻഡിങ് ലിംബിലും അസെൻഡിങ് ലിംബിലും ഒഴികെ ബാക്കി എല്ലാ റീജിയണിലും തിന്നായിട്ടുള്ള ഡിസെൻഡിങ് ലിംബിലും തിന്നായിട്ടുള്ള അസെൻഡിങ് ലിംബിലും ഒഴികെ ബാക്കി നെഫ്രോണിൻ്റെ എല്ലാ റീജിയണിലും H+ൻ്റെ സെക്രേഷനും HCO3- റീഅബ്സോർപ്ഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് റീഅബ്സോർപ്ഷൻ റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് ഒരു 80 to 90% ബൈകാർബണേറ്റിന് റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലാണ്. 10% റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഈ ഒരു പോർഷനിലാണ്, അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലെയുടെ തിക്ക് അസെൻഡിങ് ലിംബിലാണ് നടക്കുന്നത്. നെക്സ്റ്റ് ഒരു 5% അല്ലെങ്കിൽ 4.9% നടക്കുന്നത് കളക്റ്റിംഗ് ഡക്റ്റിലാണ്. ഈ ഒരു പെർസെൻറ്റേജാണ് മെയിനായിട്ട് H+ൻ്റെ സെക്രേഷനും ബൈകാർബണേറ്റിൻ്റെ റീഅബ്സോർപ്ഷനും നടക്കുന്നത്. മേജർ പോർഷൻ നടക്കുന്നത് PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിൽ. പിന്നെ ചെറിയ പോർഷൻസ് നടക്കുന്നത് തിക്കായിട്ടുള്ള അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലെയിലും ചെറിയൊരു പോർഷൻ കളക്റ്റിംഗ് ഡക്റ്റിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എപ്പോഴും H+ സെക്രേഷൻ നടക്കുന്നു, HCO3- റീഅബ്സോർപ്ഷൻ നടക്കുന്നു. പക്ഷേ ഓരോന്നിലും നടക്കുന്ന രീതി വ്യത്യാസമുണ്ട്. ഓരോ റീജിയണിലും എങ്ങനെയാണ് H+ൻ്റെ സെക്രേഷനും HCO3- റീഅബ്സോർപ്ഷനും നടക്കുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഏർലി ആയിട്ടുള്ള സെഗ്മെൻറ്റ്സിൽ, അതായത് നമ്മുടെ നെഫ്രോണിൻ്റെ ആദ്യത്തെ റീജിയണിൽ ഏർലി ട്യൂബുലാർ സെഗ്മെൻറ്റ്സിൽ എങ്ങനെയാണ് H+നെ സെക്രേറ്റ് ചെയ്യുന്നത്, HCO3- ഉള്ളിലേക്ക് എടുക്കുന്നത്, റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയാനായിട്ടുള്ളത്. അപ്പോൾ ഏർലി സെഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് PCT, തിക്ക് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലെ, ഏർലി ഡിസ്റ്റൽ ട്യൂബ്യൂൾസ്, ഈ 3 റീജിയണിൽ ഈ ഒരു PCTയിലും അതുപോലെ തന്നെ ഇവിടെയുള്ള റീജിയനിലും ഏർലി ഡിസ്റ്റൽ ട്യൂബ്യൂൾസിൻ്റെ ഈ റീജിയനിലാണ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പം അതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് H+ൻ്റെ സെക്രേഷൻ ഏർലി ട്യൂബ്യൂൾസിൽ നടക്കുന്നത് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്.
സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് തരത്തിൽ മോളിക്യൂൾസ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഉണ്ട്, സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഉണ്ട്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഡയറക്റ്റായിട്ട് നമ്മൾ ATP യൂട്ടിലൈസേഷൻ നടത്തിക്കൊണ്ടാണ് അവിടെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. എന്നാൽ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻ്റ് ഫോർമേഷൻ കാരണം ഉണ്ടാവുന്ന എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുക. അപ്പോൾ ഇവിടെ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്? H+ൻ്റെ സെക്രേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 3 സെഗ്മെൻ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ട്യൂബുലാർ സെൽസ്, അതായത് നമ്മുടെ PCT അല്ലെങ്കിൽ TAL തിക്ക് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലെ, പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്, അങ്ങനെയുള്ള ട്യൂബ്യൂൾസിന് ട്യൂബുലാർ സെൽസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ട്യൂബുലാർ സെൽസിൻ്റെ ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് റീനൽ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ പോർഷനാണ്. ബ്ലഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്? റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഈ ഒരു പോർഷനാണ് ട്യൂബുലാർ ലൂമൻ, അതായത് ആ ഒരു ട്യൂബ്യൂളിൻ്റെ ഉള്ളിലെ ഭാഗം അല്ലെങ്കിൽ ലൂമിനാർ സൈഡ് എന്ന് പറയുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ട്യൂബുലാർ സെൽസിൻ്റെ ഉള്ളിലുള്ള ഭാഗം ട്യൂബുലാർ ലൂമിനും, പുറത്തേക്ക് അതായത് ബ്ലഡിലേക്ക് കൊടുക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും H+ പുറത്തേക്ക് ട്യൂബുലാർ ലൂമിനിലേക്ക് കൊടുക്കുന്നുണ്ട്. HCO3- എന്ത് ചെയ്യുന്നിട്ടുണ്ട്? റീനൽ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഇവിടെ H+ൻ്റെ സെക്രേഷൻ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെവിടെയാണ് നടക്കുന്നത്? ട്യൂബുലാർ ലൂമിനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു സോഡിയം ഹൈഡ്രജൻ എക്സ്ചേഞ്ചർ പ്രോട്ടീൻ കാണാൻ പറ്റും. സോഡിയം ഹൈഡ്രജൻ എക്സ്ചേഞ്ചർ പ്രോട്ടീൻ ഒരു കരിയർ പ്രോട്ടീനാണ്. സോഡിയം ഹൈഡ്രജൻ എക്സ്ചേഞ്ചർ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? സോഡിയത്തിനെ ഉള്ളിലേക്ക് എടുക്കുകയും സോഡിയത്തിനെ ഉള്ളിലേക്ക് എടുക്കുകയും ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ സെക്രേഷൻ പുറത്തേക്കും സോഡിയം ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് നടക്കുന്ന മെക്കാനിസം ഇതാണ്. ഇത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബേസോലാറ്ററൽ മെമ്മറൈനിൽ, ട്യൂബുലാർ സെൽസിൻ്റെ ബേസോലാറ്ററൽ മെമ്മറൈനിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? സോഡിയം പൊട്ടാഷ്യം പമ്പ് കാണാൻ പറ്റുന്നുണ്ട്. സോഡിയം പൊട്ടാഷ്യം പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പും ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പഠിക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഴ്സിൽ പറയുന്നത് ഇതൊരു ആൻറ്റിപോർട്ടറാണ്. സോഡിയം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഈ ഒരു സോഡിയം ഹൈഡ്രജൻ എക്സ്ചേഞ്ചർ പ്രോട്ടീൻ വഴി നടക്കുന്നത് ഒരു ആൻറ്റിപോർട്ടർ മെക്കാനിസമാണ് ഇവിടെ നടക്കുന്നത്. അതായത് സോഡിയം അയോൺസിനെ ഉള്ളിലേക്ക് എടുക്കുന്നു, ഹൈഡ്രജനെ പുറത്തേക്ക് എടുക്കുന്നു. ഇതൊരു ആൻറ്റിപോർട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് സോഡിയം പൊട്ടാഷ്യം പമ്പ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ATP യൂട്ടിലൈസേഷൻ നടത്തിക്കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സോഡിയത്തിനെ പുറത്തേക്കും പൊട്ടാഷ്യത്തിന് ഉള്ളിലേക്കും എടുക്കുന്നത്. അപ്പോൾ ട്യൂബുലാർ സെൽസിൻ്റെ ബേസോലാറ്ററൽ മെമ്മറൈനിൽ സോഡിയം പൊട്ടാഷ്യം പമ്പുള്ളത് കൊണ്ട് സോഡിയത്തിൻ്റെ ഗ്രേഡിയൻ്റ് എപ്പോഴും ട്യൂബുലാർ സെൽസിൽ കുറച്ച് വെക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രജൻ എക്സ്ചേഞ്ചർ പ്രോട്ടീൻസിന് സോഡിയത്തിന് ഉള്ളിലേക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സോഡിയം പൊട്ടാഷ്യം പമ്പ് എന്ത് ചെയ്യുന്നു? സാധാരണ സോഡിയം പൊട്ടാഷ്യം പമ്പ് ചെയ്യുന്നത് 3 സോഡിയത്തിനെ പുറത്തേക്ക് എടുക്കും, 2 പൊട്ടാഷ്യത്തിനെ ഉള്ളിലേക്ക് എടുക്കും. അങ്ങനെയാണ് അവരുടെ മെക്കാനിസം എന്ന് പറയുന്നത്. എപ്പോഴും 3 സോഡിയത്തിനെ പുറത്തേക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ ട്യൂബുലാർ സെൽസിൽ എന്ത് കുറവായിരിക്കും? സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ട്യൂബുലാർ ലൂമിനിലുള്ള സോഡിയം, അതായത് എവിടെ നിന്ന്? ഹൈ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിൽ നിന്നും ലോ കോൺസെൻട്രേഷൻ റീജിയനിലായിട്ടുള്ള ട്യൂബുലാർ സെൽസിലെ ഉള്ളിലേക്ക് എത്തുന്നു. ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ സാധാരണഗതിയിൽ അതൊരു ഡൗൺ ഹിൽ ആയിട്ടുള്ള മൂവ്മെൻ്റാണ്. എനർജി യൂട്ടിലൈസേഷൻ ആവശ്യമില്ല. അപ്പം ഇങ്ങനെ പോകുന്ന ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ എനർജി യൂട്ടിലൈസേഷൻ കൂടി ഉപയോഗിച്ചിട്ടാണ് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. ഇതൊരു ആൻറ്റിപോർട്ടർ സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിലോ സോഡിയം പൊട്ടാഷ്യം പമ്പ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഗ്രേഡിയൻറ്റ് നമുക്ക് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഈ മെക്കാനിസം നടക്കുക എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൽ നമ്മൾ തുടങ്ങുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? മെറ്റബോളിസം വഴി, ട്യൂബുലാർ സെൽസിലെ മെറ്റബോളിസം വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നെങ്കിൽ ഫോം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു നിന്നും ഡിഫ്യൂഷൻ നടന്ന് ഉള്ളിലേക്ക് എത്താം. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി കമ്പൈൻ ചെയ്ത് കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിൻ്റെ പ്രസൻസിൽ എന്ത് ഫോം ചെയ്യും? H2CO3 ഫോം ചെയ്യും. ഈ H2CO3 ആണ് പിന്നീട് ഡിവൈഡ് ചെയ്ത് HCO3- H+ഉം ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യുന്നത്.
ഇങ്ങനെ ഫോം ചെയ്ത HCO3 മൈനസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റീനൽ ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് റീഅബ്സോർപ്ഷൻ നടത്തുന്നത്. ബാക്കി എന്തുണ്ട്, H+ ഉണ്ട്. H+ Na+H+ കൗണ്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ Na+H+ എക്സ്ചേഞ്ചർ പ്രോട്ടീൻ്റെ ഹെൽപ്പോടുകൂടി കൗണ്ടർ ട്രാൻസ്പോർട്ട് നടത്തി എന്ത് ചെയ്യുന്നു, H+ പുറത്തേക്ക് പോകുന്നു, സോഡിയം ഉള്ളിലേക്ക് കയറുന്നു. ഈ സോഡിയം ഉള്ളിലേക്ക് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ബേസോലാറ്ററൽ മെമ്മറൈനിലുള്ള സോഡിയം പൊട്ടാഷ്യം പമ്പാണ്. സോഡിയം പൊട്ടാഷ്യം പമ്പ് ഓൾവേസ് എന്ത് ചെയ്യുന്നു, സോഡിയത്തിന് 3 പുറത്തേക്കും 2 ഉള്ളിലേക്കും കടത്തിവിടാൻ ഹെൽപ്പ് ചെയ്യുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളിൽ കുറവായിരിക്കും. സോഡിയം അതുകൊണ്ട് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറുന്നു. ഇതാണ് നടക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ATP യൂട്ടിലൈസേഷൻ നടക്കുന്നത് ഈ പമ്പിലാണ്. ഇവിടെ ATP യൂട്ടിലൈസേഷൻ നടക്കുന്നില്ല. അങ്ങനെ HCO3 മൈനസ് എന്ത് ചെയ്യുന്നു, റീഅബ്സോർപ്ഷൻ നടക്കുന്നു. ഓരോ H+ പുറത്തേക്ക് പോകുമ്പോഴും ഓരോ HCO3 മൈനസ് റീഅബ്സോർപ്ഷൻ നടന്ന് ബ്ലഡിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു മെക്കാനിസം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഫസ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത്, PCT/TAL പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ്, തിക്ക് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലെ, ഏർലി ഡിസ്റ്റൽ ട്യൂബ്യൂൾസിലൊക്കെ നടക്കുന്ന റിയാക്ഷൻസ് അങ്ങനെയാണ് ആസിഡ് ബേസ് ബാലൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് സ്ലൈഡ്സിലുള്ളത് വായിച്ചു നോക്കാം. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞ എന്തിനെ പറ്റിയിട്ടായിരുന്നു, പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും തിക്ക് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലയിലൊക്കെ ആയിരുന്നു. എന്നാൽ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻട്രക്കലേറ്റഡ് ആയിട്ടുള്ള സെൽസ് ലേറ്റ് ഡിസ്റ്റൽ ട്യൂബ്യൂൾസിലും കളക്റ്റിംഗ് ട്യൂബ്യൂൾസിലും, ഈ ഒരു ഡിസ്റ്റൽ ട്യൂബ്യൂൾസിൻ്റെ നെക്സ്റ്റ് പോർഷൻ ലേറ്റ് ഡിസ്റ്റൽ ആയിട്ടുള്ള ട്യൂബ്യൂൾസിലും അതുപോലെ തന്നെ കളക്റ്റിംഗ് ട്യൂബ്യൂൾസിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ആസിഡ് ബേസ് ബാലൻസിൽ ഹൈഡ്രജൻ്റെ സെക്രേഷനും H+ അയോൺസിൻ്റെ സെക്രേഷനും HCO3 മൈനസിൻ്റെ റീഅബ്സോർപ്ഷനും നടക്കുന്നത് എന്നാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈമറി ആക്റ്റീവ് സെക്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ത്രൂ ദ ലുമിനാർ ലുമൻ ഓഫ് ഇൻട്രക്കലേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ലേറ്റ് ഡിസ്റ്റൽസ് ആൻഡ് കളക്റ്റിംഗ് ട്യൂബ്യൂൾസ്. കളക്റ്റിംഗ് ട്യൂബ്യൂളിലും ലേറ്റ് ഡിസ്റ്റൽ ട്യൂബ്യൂൾസിലും നടക്കുന്നത് H+ൻ്റെ സെക്രേഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ ഡയറക്റ്റ്ലി ATP യൂട്ടിലൈസേഷൻ നടത്തുന്നുണ്ട്. സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയൻറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എനർജിയുടെ യൂട്ടിലൈസേഷൻ കാരണമാണ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ നമ്മൾ ഡയറക്റ്റ്ലി ATP യൂട്ടിലൈസ് ചെയ്തിട്ട് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിനെ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആക്കി ATPനെ ADP ആക്കി മാറ്റിയിട്ട് ആ എനർജി യൂട്ടിലൈസേഷൻ നടത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെയുള്ളത് എന്താണ്, ഹൈഡ്രജൻ ട്രാൻസ്പോർട്ടിംഗ് ATPase ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ H+നെ പുറത്തേക്ക് വിടുന്നത്, H+ ഒരു പമ്പ് പോലെ ആക്ട് ചെയ്ത് H+നെ ട്രാൻസ്പോർട്ടേഷൻ പമ്പ് പോലെയാണ് ATP യൂട്ടിലൈസേഷൻ നടത്തിക്കൊണ്ട് ATPase ആണ് പുറത്തേക്ക് കളയുന്നത്. അങ്ങനെ H+ സെക്രേഷൻ നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ അതേ മെക്കാനിസം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. 2 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രക്കലേറ്റഡ് ഡിസ്കിലാണ് മെയിനായിട്ട് നടക്കുന്നതെന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽസ് ഇൻട്രക്കലേറ്റഡ് സെൽസ് ലേറ്റ് ഡിസ്റ്റൽ ട്യൂബ്യൂൾസിലും കളക്റ്റിംഗ് ട്യൂബ്യൂൾസിലും കാണുന്ന സെൽസാണ് ഇൻട്രക്കലേറ്റഡ് സെൽസ്. ആ ഇൻട്രക്കലേറ്റഡ് സെൽസിൽ H+ൻ്റെ സെക്രേഷൻ നടക്കുന്നത് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് മെറ്റബോളിസം കാരണമോ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്തിട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എത്തുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് എൻഹൈഡ്രേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ എന്തുണ്ടാവുന്നു, H2CO3 ആവുന്നു. H2CO3 നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്ത് HCO3 മൈനസും H+ ആയിട്ട് മാറുന്നു. ഈ HCO3 മൈനസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഅബ്സോർപ്ഷൻ നടത്തുന്നത്. H+നെ പമ്പ് അല്ലെങ്കിൽ ATPase ഹൈഡ്രജൻ ട്രാൻസ്പോർട്ടിംഗ് ATPase എന്ന് പറഞ്ഞ പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോടുകൂടി എന്ത് ചെയ്യുന്നു, ഹൈഡ്രജനെ സെക്രേഷൻ നടത്തുന്നു. ഈ ഒരു രീതിയിൽ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൈമറി ആക്റ്റീവായിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമാണ്. ഏകദേശം 80% അല്ലെങ്കിൽ 90% നമ്മൾ PCTയിലാണ് റീഅബ്സോർപ്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ സെക്രേഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞിരുന്നു. HCO3 മൈനസിൻ്റെ റീഅബ്സോർപ്ഷനും H+ൻ്റെ സെക്രേഷനും. എന്നാൽ 5% ഒക്കെ മാത്രമാണ് ഈ ഒരു രീതിയിൽ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ വഴി ഹൈഡ്രജൻ്റെ സെക്രേഷൻസ് ഒക്കെ നടക്കുന്നുള്ളൂ. എന്നാൽ പോലും എസിഡിക് ആയിട്ടുള്ള യൂറിൻ പ്രൊഡക്ഷൻ നടക്കാനായിട്ട് നമ്മുടെ യൂറിൻ്റെ ഒരു pH എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി എസിഡിക് ആണ്. ആ സ്ലൈറ്റ്ലി എസിഡിക് യൂറിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ
ഈ ഒരു വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടായിരുന്നു, ഇത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷനാണ് നടക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ഒരു മെക്കാനിസം നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ബഫറുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോസ്ഫേറ്റ് ബഫേഴ്സും അമോണിയം ബഫർ, 2 ടൈപ്പ് ഓഫ് ബഫേഴ്സ് ഉണ്ട്. അപ്പോൾ ബഫറുകൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ബഫറിംഗ് ഓഫ് സെക്രേഷൻ ഹൈഡ്രജൻ അയോൺ ബൈ ഫിൽട്ടേർഡ് ഫോസ്ഫേറ്റ് ഇൻ PCT, TAL ആൻഡ് ഏർലി DCT. അതായത് ഫോസ്ഫേറ്റ് ബഫേഴ്സ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലും തിക്ക് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലിയിലും അതുപോലെ തന്നെ ഡിസെൻഡിങ് ആയിട്ടുള്ള ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലാണ് നടക്കുന്നത്. ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലും TALലും ഏർലി ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലും തിക്ക് അസെൻഡിങ് ലൂപ്പിലും ലൂപ്പ് ഓഫ് ഹെൻലിയിലും PCT പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലും എങ്ങനെയാണ് ബഫറിംഗ് സിസ്റ്റം നടക്കുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ ബഫർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റം എന്ന് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ അമോണിയം ബഫർ സിസ്റ്റം നോക്കും. ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റത്തിൽ മെയിനായിട്ട് HPO4- H2PO4- അങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോസ്ഫേറ്റിൻ്റെ ഒരു ബഫർ ആക്ടിങ് ആയിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് PK എന്ന് പറയുന്നത്, ഫോസ്ഫേറ്റ് ട്യൂബുലാർ ബഫറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ PK വാല്യൂ എന്ന് പറയുന്നത് 6.8 ആണ്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ യൂറിൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി അസിഡിക് ആണ്. ആ യൂറിൻ്റെ pH വാല്യൂയും ഇവരുടെ PK വാല്യൂയും ഒരേ റേഞ്ചിൽ വരുന്നത് കൊണ്ട് ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റത്തിന് ഏറ്റവും നന്നായിട്ട് അവിടെ ആക്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ നോക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ചില കണ്ടീഷനിൽ, നമ്മൾ ആദ്യത്തെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്ത് PCTയിൽ എന്താണ് സംഭവിക്കുകയെന്ന്. അപ്പോൾ അവിടെ എന്ത് HCO3- എന്ന് പറയുന്നത് ട്യൂബുലാർ ലൂമനിൽ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് H+ സെക്രേഷൻ നടക്കുന്നു, എന്നാൽ ട്യൂബുലാർ ലൂമനിൽ ഓൾറെഡി HCO3- എക്സസ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ H+ഉം HCO3- കൂടി ചേർന്ന് H2CO3 ആയിട്ട് മാറി പിന്നീട് അത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ട് മാറുന്നുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും എന്ത് ചെയ്യുന്നു, ഡിഫ്യൂഷൻ നടന്ന് ട്യൂബുലാർ സെൽസിലേക്ക് എത്തി വീണ്ടും റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യത്തെ കണ്ടീഷനിൽ പറഞ്ഞ കേസാണ്. അവിടെ ട്യൂബുലാർ ലൂമനിൽ എക്സസ് ആയിട്ട് HCO3- ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ HCO3- ഫോർമേഷന് വേണ്ടിയിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും ഡിഫ്യൂഷൻ നടക്കുന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ട്യൂബുലാർ ലൂമനിൽ HCO3- കൂടുതലായിട്ട് ഉള്ള ഒരു കണ്ടീഷനാണ്. എന്നാൽ നമ്മൾ ഈ ഫോസ്ഫേറ്റ് ബഫർ കണ്ടീഷനിൽ പറയുമ്പോൾ ട്യൂബുലാർ ലൂമനിൽ HCO3- ഇല്ല അതായത് HCO3- ട്യൂബുലാർ ലൂമനിലുള്ള HCO3- എല്ലാം റീഅബ്സോർപ്ഷൻ നടന്ന ശേഷമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ട്യൂബുലാർ ലൂമനിലുള്ളത് എന്ത് മാത്രമാണ്, വേറെ ബഫറുകളാണ്, HCO3- അല്ലാതെ വേറെ ബഫറുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന് H2CO3 ആയിട്ട് മാറി കാർബോണിക് എൻഹൈഡ്രേസിൻ്റെ പ്രസൻസിൽ HCO3- H+ ഫോം ചെയ്ത് ഈ H+ പുറത്തേക്ക് പോകുന്നു. എങ്ങനെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മുടെ ആൻറ്റിപോട്ടർ സിസ്റ്റം വഴി സോഡിയം ഹൈഡ്രജൻ എക്സ്ചേഞ്ചർ പ്രോട്ടീൻ്റെ ഹെൽപ്പിൽ കൗണ്ടർ ട്രാൻസ്പോർട്ട് നടന്ന H+ പുറത്തേക്ക് പോകുന്നു. ഈ H+ ആണ് എന്ത് ചെയ്യുന്നത്, HPO4- ആയിട്ട് കൂടിച്ചേർന്നിട്ട് H2PO4 ആയിട്ട് മാറുന്നത്. H+ HPO4- ആയിട്ട് കൂടിച്ചേർന്ന് H2PO4 ആയിട്ട് മാറുന്നു. അപ്പോൾ സോഡിയത്തിനെ കൂടെ ചേർന്നത് കൊണ്ട് നമുക്ക് സോഡിയം സോൾട്ട് ഓഫ് H2PO4 അല്ലെങ്കിൽ NaH2PO4 എന്ന് പറയാം. അങ്ങനെ മാറിയ ശേഷം എന്ത് ചെയ്യുന്നു, അത് റിമൂവൽ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ H+ സെക്രേറ്റ് ചെയ്യുന്നു ലൂമനിലേക്ക്, അതേപോലെ തന്നെ ഒരു HCO3- റീഅബ്സോർപ്ഷൻ നടക്കുന്നു. നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു HCO3- ബ്ലഡിലേക്ക് പുതിയതായിട്ട് വരുന്നു. അതാണ് ഈ ഒരു ബഫർ സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ Na2H2PO4 എന്ന് പറയുന്നത് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റം, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഈ ഒരു കണ്ടീഷനിൽ ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റം ഒരു HCO3- പുറത്തേക്ക് റീഅബ്സോർപ്ഷൻ നടക്കുന്നു, ഒരു H+നെ നമ്മൾ സെക്രേറ്റ് ചെയ്യുന്നു, സോഡിയത്തിൻ്റെ സോൾട്ടായിട്ട് സോഡിയം സോൾട്ട് ഓഫ് H2PO4 ആയിട്ട് പോകുന്നു. ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് നെക്സ്റ്റ്
അമോണിയം എങ്ങനെയാണ് ബഫറായിട്ട് ആക്ട് ചെയ്യുന്നത്? അമോണിയയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ക്രീഷൻ ഓഫ് എക്സസ് H പ്ലസ് ആൻഡ് ജനറേഷൻ ഓഫ് ന്യൂ HCO3 മൈനസ് ബൈ അമോണിയ ബഫർ സിസ്റ്റം. എങ്ങനെയാണ് അമോണിയ ബഫർ സിസ്റ്റം വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ അമോണിയ ബഫർ സിസ്റ്റം തന്നെ രണ്ട് സ്ഥലത്ത് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് പോലുള്ള റീജിയണിൽ ഒരു രീതിയിലും എന്നാൽ കളക്റ്റിംഗ് ഡക്റ്റിൽ വേറൊരു രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അമോണിയ ബഫർ സിസ്റ്റം എങ്ങനെയാണ് PCTയിൽ അല്ലെങ്കിൽ പ്രോക്സിമൽ ട്യൂബുലാർ സെൽസിൽ നടക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അമോണിയം അയോൺസും അമോണിയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു അമിനോ ആസിഡാണ്. അമിനോ ആസിഡിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് ലിവറിലാണ്. അപ്പോൾ ലിവറിൽ മെറ്റബോളിസം നടന്നിട്ടുള്ള ഗ്ലൂട്ടാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ് ട്യൂബുലാർ സെൽസിലേക്ക് പ്രോക്സിമൽ ട്യൂബുലാർ സെൽസിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഈ ഗ്ലൂട്ടാമിന് പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ച് എന്തായിട്ട് മാറുന്നു? അതായത് ഗ്ലൂട്ടാമിനിൽ നിന്ന് ഒരു NH4+ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറും. ഗ്ലൂട്ടാമേറ്റിൽ നിന്ന് വീണ്ടും ഒരു NH4+ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആയിട്ട് മാറും. അങ്ങനെ അങ്ങനെയാണ് അവരുടെ ആ ഒരു മെറ്റബോളിസം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഗ്ലൂട്ടാമിൻ വീണ്ടും വീണ്ടും നമുക്കതിന് കൺവേർഷൻ സംഭവിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ മെറ്റബോളിസം സംഭവിക്കുന്ന സമയത്ത് ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നു. ഗ്ലൂട്ടാമേറ്റ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഒക്കെ ആയിട്ട് മാറുന്ന സമയത്ത് 2 NH4+ഉം 2 HCO3- ഫോം ചെയ്യുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലൂട്ടാമിൻ്റെ മെറ്റബോളിസം കാരണം ഉണ്ടാകുന്ന ഈ 2 HCO3- എന്ത് ചെയ്യുന്നു? ഈ പുതിയതായിട്ട് ഉണ്ടാവുന്നത് നമ്മൾ റീനൽ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് റീഅബ്സോർപ്ഷൻ നടത്തുന്നു. ഈ 2 NH4+ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ NH4+ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് സോഡിയത്തിൻ്റെ കൗണ്ടർ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. NH4+ 2 പുറത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? സോഡിയം ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കേസിൽ 2 NH4+ പുറത്തേക്ക് കളയുകയും 2 HCO3- അല്ലെങ്കിൽ ബൈകാർബണേറ്റ് അയോൺസിൻ്റെ റീഅബ്സോർപ്ഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ HCO3- ന്യൂ ബൈകാർബണേറ്റ് അയോൺസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ പുതിയ ഇതിനായതുകൊണ്ട് ന്യൂ ബൈകാർബണേറ്റ് അയോൺസിൻ്റെ ജനറേഷന് ഇതൊരു കാരണമാവുന്നുണ്ടെന്ന് പറയും. അതിന് ഏത് അമോണിയം ബഫർ PCTയിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിൽ ഗ്ലൂട്ടാമിൻ്റെ മെറ്റബോളൈസേഷൻ നടത്തി 2 NH4+ഉം 2 HCO3- ഫോം ചെയ്ത് ഈ 2 NH4+ പുറത്തേക്ക് കളഞ്ഞ് 2 HCO3- റീഅബ്സോർപ്ഷൻ നടക്കുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നടക്കുന്നത് എവിടെയാണ്? PCTയിലാണ്. ഇപ്പോൾ ഈ അമോണിയം ബഫർ കളക്റ്റിംഗ് ഡക്റ്റിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കളക്റ്റിംഗ് ട്യൂബുലാർ സെൽസിൽ ഇതേപോലെ തന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന് കാർബോണിക് എൻഹൈഡ്രേസിൻ്റെ പ്രസൻസിൽ H2CO3 ആയിട്ട് മാറുന്നു. H2CO3 HCO3- H+ ആയിട്ട് മാറുന്നു. ഈ H+ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ട്യൂബുലാർ സെൽസിൽ ട്യൂബുലാർ ലൂമനിൽ കളക്റ്റിംഗ് ഡക്റ്റിൻ്റെ ട്യൂബുലാർ ലൂമനിൽ എന്തുണ്ട്? അമോണിയ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അമോണിയം അയോണായിട്ട് മാറി H+ NH4+ ആയിട്ട് കൂടിച്ചേർന്ന് NH4+ അല്ലെങ്കിൽ Cl- ഒക്കെ ആയിട്ട് കൂടിച്ചേർന്ന് NH4ഉം Cl- തമ്മിൽ വീണ്ടും റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ H+-ഉമായിട്ട് അമോണിയം H+ഉമായിട്ട് കൂടിച്ചേർന്ന് NH4+ ഫോം ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? H+ അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് NH4+ ആയിട്ട് മാറുന്നു. ഈ ഒരു കണ്ടീഷനിൽ ബഫർ സിസ്റ്റമായിട്ട് ഇവിടെ അമോണിയമാണ് ബഫർ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നത്. NH3 ആണ് ബഫർ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കളക്റ്റിംഗ് ഡക്റ്റ് NH3 അമോണിയയ്ക്ക് എന്താണ്? പെർമിയബിൾ ആണ്. അമോണിയ സുഖമായിട്ട് കളക്റ്റിംഗ് ട്യൂബുലാർ സെൽസിൽ നിന്നും ട്യൂബുലാർ ലൂമനിലേക്ക് പോകും. എന്നാൽ അമോണിയ H+ ആയിട്ട് റിയാക്ട് ചെയ്ത NH4+ എന്ന് പറയുന്നത് എന്താണ്? ട്യൂബുലാർ ലൂമനിൽ അത് ട്രാപ്പ് ചെയ്ത് കിടക്കുന്നു. തിരിച്ചത് എന്ത് ചെയ്യുന്നില്ല? കളക്റ്റിംഗ് ട്യൂബുലാർ സെൽസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ NH4+ എക്സ്ക്രീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. HCO3- ഫോം ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് റീഅബ്സോർപ്ഷൻ നടക്കുന്നുമുണ്ട്. അപ്പോൾ HCO3- റീഅബ്സോർപ്ഷനും H+ൻ്റെ സെക്രേഷൻ നടക്കുന്നത് അമോണിയ ബഫറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഈ ഒരു രീതിയിലാണ് എന്ത് നടക്കുന്നത്? കളക്റ്റിംഗ് ഡക്റ്റിൽ ആസിഡ് ബേസ് ബാലൻസ് ചെയ്യുന്നത്. ഇത്രയും രീതികളിലാണ് നമ്മുടെ ആസിഡ് ബേസ് റെഗുലേഷൻസ്, റീനൽ ആസിഡ് ബേസ് റെഗുലേഷൻസ് നടക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നതാണ് എങ്ങനെയാണ് ലങ്സ് ഹെൽപ്പ് ചെയ്യുന്നത്.
ആസിഡിക് കണ്ടീഷനും ആൽക്കലൈൻ കണ്ടീഷൻസും വരുമ്പോൾ എങ്ങനെയാണ് റെസ്പിറേഷനിലുള്ള റേറ്റിൽ വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് റീനൽ ആസിഡ് ബേസ് ബാലൻസിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റീനലല്ല റെസ്പിറേറ്ററി ആസിഡ് ബേസ് ബാലൻസിൽ പറയുന്നത്. അപ്പോൾ റീനൽ ആസിഡ് ബേസ് ബാലൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു.